അസ്സലാമലൈക്കും. ഇറ്റ്സ് മി നിഹാല നാസിക്, ഈസി ഹോം കുക്ക്. ഇന്ന് നമ്മൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്ക്, ഈ ബിഗിനേഴ്സിനൊക്കെ, അതായത് ഫസ്റ്റ് മോമിനൊക്കെ എങ്ങനെയാണ് ഈ നട്ട്സ് പൗഡർ ഉണ്ടാക്കുക എന്നൊന്നും അറിയലുണ്ടാവില്ല. പിന്നെന്ന് പറയുമ്പോൾ ഞാൻ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 250 ഗ്രാമിന് എനിക്ക് തോന്നുന്നത് 700 രൂപ ഒക്കെ ഉണ്ട്. അപ്പം അത് ഭയങ്കര വിഡിത്തരാണ് അങ്ങനെ വാങ്ങുന്നത്. പിന്നെ മാത്രമല്ല, അത് അങ്ങനെ തന്നെ പാക്കറ്റ് ഐറ്റമായിട്ട് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രിസർവേറ്റീവ്സ് ആഡ് ഓൺ ചെയ്യാതെ ഇരിക്കൂല അല്ലേ. അപ്പം ഞാനിവിടെ കാണിച്ചു തരുന്നത് 3 നട്ട്സിൽ കാറ്റഗറിയിൽ എടുത്തിട്ടാണ്. ഒന്ന് ആൽമണ്ടാണ്, പിന്നെ ഒന്ന് വാൾനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് പിസ്ത ഞാൻ അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ആ തൊലി പൊളിച്ചതായിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. പക്ഷെ അത് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാ വാങ്ങിയിട്ട് നമ്മൾ തൊലി പൊളിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതാ ഇങ്ങനെ തന്നെ ഉള്ളതാണ് വാങ്ങിയത്. കിലോന് തന്നെ 3000 സംതിങ് ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാം 300 ഗ്രാം വെച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഈ ഒരു 3 ഐറ്റം ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ നട്ട്സ് പൗഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആദ്യം തന്നെ അറിയാത്തവർക്കായി പറയുകയാണ്, നട്ട്സ് എപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ. 8 മാസം പൂർത്തിയായി 9ലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മൾ ഈ നട്ട്സൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അത് ഒരു നട്ട്സ് എടുത്ത് കൈമ കൊടുത്തിട്ട് കുട്ടികളോട് ചവച്ച് കഴിക്കാൻ പറയല്ല ചെയ്യേണ്ടത്. അതൊക്കെ ഭയങ്കര വിഡ്ഢിത്തരാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നവരൊക്കെ നമ്മൾ ചുറ്റും ഉണ്ടാവും. പക്ഷെ അതൊന്നും കേൾക്കരുത് കേട്ടോ. അവരെന്താ വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോട്ടെ. കാരണം അവർക്ക് വിവരമില്ലായിട്ട് പറയുകയാണ്. അപ്പം നമുക്കത് തിരുത്തി കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തെന്നായാലും ഇതൊക്കെ നമ്മൾ പൊടിച്ച രീതിയിൽ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ചോക്കിങ് ഹസാർഡ് വരുന്ന ഒരു ഐറ്റമാണ് ഈ നട്ട്സ് കാറ്റഗറിയിൽ വരുന്ന എല്ലാ സാധനങ്ങളും. അത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒന്നും ആരും ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മളിത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓരോ നട്ട്സ് എടുത്തെങ്ങാണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 7 മിനിറ്റ് ഓരോ നട്ട്സ് വീതം വറുത്തെടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ നടുക്കത്തെ ജാറുണ്ടല്ലോ, അത് നമ്മൾ പൊടിക്കാനായിട്ടുള്ള ജാറാണ്, അതെടുത്തുങ്ങാണ്ട് അതിൽ നന്നായിട്ട് ക്രഷ് ചെയ്യുക. എനിക്ക് നമ്മൾ നല്ല ചൂടിൽ തന്നെ നല്ല വറുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ പേസ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ പൊടി പോലെ കിട്ടുന്നൊന്നും ആരും വിചാരിക്കേണ്ട. പിന്നെ ഇത് പൊടി പോലെ നല്ല വിടർന്ന് നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. ഇച്ചിരി ഒരു ഓയിലി കണ്ടൻറ്റ് അതിലുള്ളത് കൊണ്ട് തന്നെ ഇത്തിരി ഒന്ന് കട്ട കുത്തിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ബദമായിട്ട്, വാൾനട്ടായിട്ട്, പിസ്ത ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അണ്ടി അങ്ങനെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേറെ തന്നെ കുപ്പിയിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എൻ്റെ മോൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇതുപോലാണ് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിൽ കമ്പൈൻ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പം നിങ്ങളെ കുഞ്ഞിന് ഇപ്പം ആദ്യം ഒന്ന് കൊടുത്ത് അതിലെന്തെങ്കിലും അലർജറ്റിക് ആണോ എന്ന് നോക്കുക. അലർജറ്റിക് അല്ലെങ്കിൽ അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞിന് ഒരു അലർജിയും ഇല്ല, നട്ട്സ് ഒക്കെ ഓക്കെയാണ് അവരുടെ ഹെൽത്തിന് എന്നുണ്ടെങ്കിൽ, അവരുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഒക്കെ വൈസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് കമ്പൈൻ ചെയ്തിട്ട് തീർച്ചയായും കൊടുക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറുക്കിൽ നിങ്ങൾക്കിത് 1 സ്പൂണോ 1/2 സ്പൂണോ ഒക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറുക്കിൻ്റെ രീതിയിലനുസരിച്ച്. ഇപ്പം 3 സ്പൂണ് റാഗി പൗഡറൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂണ് നട്ട്സ് പൗഡർ അതൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ ഈ അയേണും എന്താ പറയുക കാൽഷ്യത്തിൻ്റെ കൂടെയൊക്കെ എക്സ്ട്രാ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ കയറുക ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ കൂടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായിക്കുകയും ചെയ്യും. ഇത് നമ്മൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറായിട്ടുള്ള ഒരു ബോക്സിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. പുറത്ത് വെക്കരുത്, കാരണം അത് പെട്ടെന്ന് പൂത്തു പോകുന്ന ഐറ്റമാണ്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ട് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ റാഗി ആയിക്കോട്ടെ, നവരരി ആയിക്കോട്ടെ, എന്താണോ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിലൊരു സ്പൂണ് ആഡ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നമുക്കും ശരിക്കും എനിക്ക് തോന്നുന്നു ഗർഭിണികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ആഡ് ഓൺ ചെയ്ത സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ കാണാൻ പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ. ടാറ്റാ.